So once again, good morning everyone. Welcome to today's class. So in the last class, we were discussing on the C programming methods. അതിനകത്ത് നമ്മൾ ജനറൽ സി പ്രോഗ്രാമിൻ്റെ ജനറൽ സ്ട്രക്ചർ എന്താണ് എന്നുള്ള ആദ്യത്തെ ക്ലാസ്സിൽ കാണാനുണ്ടായി. എന്തൊക്കെയാണ് മിനിമം അതിനകത്ത് വേണ്ടതെന്നുള്ളത് കാണാനുണ്ടായി. ഏതൊക്കെ ഹെഡേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടു. അതുകൂടാതെ നമ്മൾ ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണ്, സിക്കകത്തുള്ള ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടു. IO പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്, നമ്മൾ പോർട്ട് ഡെഫിനിഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കണ്ടു. നമ്മൾ പോർട്ടുകളെ എങ്ങനെയാണ് ഇൻപുട്ട് പോർട്ടായിട്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഔട്ട്പുട്ട് പോർട്ടായിട്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ലോജിക് ഓപ്പറേഷൻസ് ആണ്. ലോജിക് ഓപ്പറേഷൻസ് നമുക്ക് അറിയുന്നതാണ്. ആൻഡ്, ഓർ, എക്സോർ, ഇൻവേർട്ടർ എന്ന 4 ലോജിക് ഓപ്പറേഷൻസ് ഉണ്ട്. ഇത് ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം ആൻഡ് ഓപ്പറേഷന് ആംപർസൻഡ് സൈൻ ആണ് യൂസ് ചെയ്യുന്നത്, ഓർ ഓപ്പറേഷന് സ്ലാഷ് ആണ് യൂസ് ചെയ്യുന്നത്, എക്സോർ സൈനിന് പവർ സൈൻ ആണ് യൂസ് ചെയ്യുന്നത്, ഇൻവെർട്ടർ ഓപ്പറേഷന് ടിൽഡ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻസിൻ്റെ എക്സാമ്പിൾ ഈ പ്രോഗ്രാം നമ്മൾ കണ്ടതാണ്. ഇത് ഇവിടെ മുതൽ ഒന്നുകൂടി ഞാനൊന്ന് പറയാം. അതായത് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ബിറ്റ് 4 ഓഫ് പോർട്ട് ബി ടോഗിൾ ചെയ്യാനാണ്. അപ്പോൾ ബിറ്റ് 4 എന്ന് പറയുമ്പം നമ്മുടെ LSB എന്ന് പറയുന്നത് ബിറ്റ് 0 ആണ്. LSB എന്ന് പറയുന്നത് ബിറ്റ് 0 ആണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൗണ്ട് ചെയ്യുക. LSBയുടെ ഇപ്പുറത്തുള്ളത് ബിറ്റ് 1, പിന്നെ ഇപ്പുറത്തുള്ളത് ബിറ്റ് 2, പിന്നെ ബിറ്റ് 3, ബിറ്റ് 4. ആ ബിറ്റ് 4നെ ടോഗിൾ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു ബിറ്റിനെ ടോഗിൾ ചെയ്യാൻ ചോദിക്കുമ്പോൾ ആ പോർട്ടിൽ നമുക്ക് ബാക്കി 7 ബിറ്റുകളുണ്ട്. ആ 7 ബിറ്റുകളിൽ എന്താണോ വാല്യൂ ഉള്ളത് ആ വാല്യൂ നമ്മൾ അതുപോലെ തന്നെ നിലനിർത്തണം. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടോഗിളിംഗ് ഓപ്പറേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ടോഗിളിംഗ് ഓപ്പറേഷൻ നമ്മൾ ടോട്ടൽ ഒരു പോർട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് ടോഗിൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അസംബ്ലി ലാംഗ്വേജിലും കാണാനുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ സി പ്രോഗ്രാമിലും കാണാനുണ്ടായി. എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് എങ്ങനെയാണ് നമ്മൾ ടോഗിൾ ചെയ്യുന്നത്, കംപ്ലീറ്റ് പോർട്ടിനെ എങ്ങനെയാണ് ടോഗിൾ ചെയ്യുന്നത്. അത് 2 രീതിയിൽ കണ്ടു. എല്ലാം 0, എല്ലാം 1 എന്നുള്ളത് കണ്ടു. അപ്പോൾ എല്ലാം 0 ആവുന്ന സമയത്ത് നമ്മൾ 0x00 സെൻഡ് ചെയ്തു. എല്ലാം 1 ആവാൻ വേണ്ടി നമ്മൾ 0xFF സെൻഡ് ചെയ്തു. അതിന് പകരം 1 ഇടവിട്ടിട്ടുള്ളത് ടോഗിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ 0xAA സെൻഡ് ചെയ്തു, 0x55 സെൻഡ് ചെയ്തു. അതും നമ്മൾ കണ്ടു. ഇനി ഇതിനകത്ത് ഇപ്പോൾ ബിറ്റ് 4 എന്ന് പറയുന്ന ഒരു എണ്ണത്തിനെ മാത്രമാണ് ടോഗിൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഒരു പോർട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ പോർട്ട് രജിസ്റ്റർ എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ലാബിലാണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് പോർട്ടിനെ പറ്റി പറഞ്ഞു. 3 രജിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. DDR രജിസ്റ്റർ, പോർട്ട് രജിസ്റ്റർ, പിൻ രജിസ്റ്റർ എന്ന 3 രജിസ്റ്ററുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഞാൻ പോർട്ട് ബി എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ബിറ്റ് 0, ഇത് ബിറ്റ് 1, ഇത് ബിറ്റ് 2, ഇത് ബിറ്റ് 3, ബിറ്റ് 4, ബിറ്റ് 5, ബിറ്റ് 6, ബിറ്റ് 7, 8 ബിറ്റുകൾ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ബിറ്റ് 4 ഓഫ് പോർട്ട് ബി എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ബിറ്റിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ടോഗിൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടോഗിൾ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ബാക്കി വാല്യൂസ് ഒന്നും മാറാൻ പാടില്ല. ഓക്കെ. അപ്പോൾ പോർട്ട് ബിക്കകത്ത് ഇപ്പോൾ ഉള്ള വാല്യൂ പോർട്ട് ബിയിൽ ഉള്ള വാല്യൂ A7 ആണെന്ന് വിചാരിക്കാം. പോർട്ട് ബിയിൽ ഇപ്പോൾ ഉള്ള വാല്യൂ A7 H. അതായത് A എന്ന് പറഞ്ഞാൽ 10, 1 0 1 0, 7 എന്ന് പറഞ്ഞാൽ 0 1 1 1. ഇതാണിപ്പം പോർട്ട് ബിക്കകത്ത് ഓൾറെഡി ഉള്ള വാല്യൂ. അപ്പം ഞാനത് പോർട്ട് ബിയിൽ ഞാനത് എഴുതുകയാണ്. 8 ബിറ്റുകൾ ഞാനിവിടെ എടുത്തു. വൺ 0 1 0 0 1 1 1 ഇതാണുള്ളത്. അപ്പം ഇതിനകത്ത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ബിറ്റ് 4 ആണ്. അപ്പോൾ ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. അപ്പോൾ ആ 4 എന്നുള്ള ബിറ്റാണ് ടോഗിൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും ആദ്യം ഈ വാല്യൂവിനെ, ഇത് പോർട്ട് ബി അല്ലേ, പോർട്ട് ബി വാല്യൂ നമ്മൾ ഓർ ചെയ്യാണ് ഈ വാല്യൂ വെച്ചിട്ട്. അപ്പോൾ ആ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 0 0 1 0 0 0 0 ഇത് വെച്ചിട്ട് ഓർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓർ ചെയ്യാൻ വേണ്ടി നമ്മൾ
എന്താ ചെയ്തത്, ഏത് ബിറ്റിനെയാണോ ടോഗിൾ ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 1, ബാക്കി വാല്യൂ ഒക്കെ 0. അപ്പോൾ പോർട്ട് ബിയുടെ ബിറ്റ് 4നെയാണ് നമുക്ക് ടോഗിൾ ചെയ്യേണ്ടത്, അതായത് 101010. ബാക്കി വാല്യൂ എല്ലാം അതുപോലെ തന്നെ നിൽക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഓർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചത്, പോർട്ട് ബിയിൽ ഉള്ള വാല്യൂവിൽ നോക്കുക ഏതിലാണ് ചേഞ്ച് വരുന്നതെന്ന് നോക്കുക. 0യും 1ഉം ഓർ ചെയ്യുമ്പം 1, 0യും 0യും ഓർ ചെയ്യുമ്പോൾ 0, 0യും 1ഉം ഓർ ചെയ്യുമ്പോൾ 1, 0യും 1ഉം ഓർ ചെയ്യുമ്പോൾ 1, 0യും 0യും ഓർ ചെയ്യുമ്പോൾ 0, 1, 0, 1 ഓർ ചെയ്യുമ്പോൾ 1, 1. അപ്പോൾ പോർട്ട് ബിയിൽ ആദ്യം ഉണ്ടായിരുന്ന വാല്യൂ 1010 0111 ആണ്. അപ്പോൾ ഇപ്പം എന്തായി, ബിറ്റ് 4 മാത്രം ചേഞ്ച് ആയി. ഇത് കണ്ടോ, ബിറ്റ് 4 മാത്രം ചേഞ്ച്, ബാക്കിയുള്ളതെല്ലാം അൺചേഞ്ച്ഡ്. ബാക്കിയുള്ള 7 ബിറ്റുകളും അൺചേഞ്ച്ഡ് ആണ്. അപ്പം അങ്ങനെയാണ്. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു പോർട്ട് ബിയിൽ ഒരു ബിറ്റ് നമുക്ക് 1 ആവണം, ബാക്കിയുള്ള ഒന്നും ചേഞ്ച് ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ ബിറ്റ് 1 ആവുന്ന, ആ ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷനിൽ 1ഉം ബാക്കിയുള്ള എല്ലാം 0യും വെച്ചിട്ട് നമ്മൾ ഓർ ചെയ്യാം. അപ്പം എന്താ വെച്ചാൽ ആ ബിറ്റ് 1 ആവും എന്തായാലും, ബാക്കിയുള്ളതെല്ലാം ഒറിജിനൽ വാല്യൂ എന്താണ് അത് നിലനിൽക്കും. ഇനിയിപ്പോൾ നോക്കൂ, ഇതേ വാല്യൂവിനെ, ഇതാണ് എൻ്റെ പോർട്ട് ബി, ഇപ്പോഴത്തെ പോർട്ട് ബി. ഈ പോർട്ട് ബിനെ ഞാൻ ആൻഡ് ചെയ്യാണ്. എങ്ങനെ, ബിറ്റ് 4 മാത്രം 0, ബാക്കിയുള്ളതെല്ലാം 1. ബിറ്റ് 4 മാത്രം 0, ബാക്കിയുള്ളതെല്ലാം 1. അപ്പം ഇത് രണ്ടും കൂടി ആൻഡ് ചെയ്യുമ്പം 1ഉം 1ഉം 1, 100, 111, 100, 100, 111, 111, 111. അപ്പോൾ നമുക്ക് ഇതാണ് ആൻഡ് ചെയ്തപ്പോൾ പോർട്ട് ബിയുടെ വാല്യൂ. ഈ വാല്യൂ സെയിം അല്ലേ, ബോത്ത് ദീസ് വാല്യൂസ് ആർ സെയിം. അപ്പോൾ തുടക്കത്തിൽ എൻ്റെ എന്താ പറയുക, എൻ്റെ പോർട്ട് ബിക്കകത്ത് ഇതിനകത്ത് ഇത് 0 ആയിരുന്നു. അത് ഞാൻ 001 0000ൻ്റെ കൂടെ ഓർ ചെയ്തപ്പോൾ ആ ബിറ്റ് 1 ആയി. അതിനെ ഞാൻ 1110 1111 കൊണ്ട് ആൻഡ് ചെയ്തപ്പോൾ അത് വീണ്ടും 0 ആയി. പിന്നെ 0 ചെയ്തപ്പോൾ എനിക്ക് ഒറിജിനൽ വാല്യൂ തിരിച്ചു കിട്ടി. അപ്പോൾ ഇതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് നമ്മൾ ഒരു പോർട്ടിൻ്റെ ഒരു ബിറ്റ് ടോഗിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബിറ്റ് 1 ആക്കാൻ എന്ത് ചെയ്യുക, ആ ബിറ്റ് പൊസിഷൻ 1ഉം ബാക്കി എല്ലാം 0യും ഉള്ള വാല്യൂവിൻ്റെ കൂടെ ആ പോർട്ടിനെ ഓർ ചെയ്യാം. ഇനി ആ ബിറ്റിനെ നമുക്ക് 0 ആക്കണമെങ്കിലോ, ആ ബിറ്റ് പൊസിഷൻ 0യും ബാക്കിയുള്ള എല്ലാം 1ഉമായിട്ടുള്ള വാല്യൂ കൊണ്ട് ആ പോർട്ട് വാല്യൂവിനെ ആൻഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് എ ലോജിക്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അത്രേ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. ഏറ്റവും ആദ്യം DDRB = FF എന്ന് കൊടുക്കുന്നതുകൊണ്ട് എന്താ ഇവിടെ എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വി ആർ ഡിഫൈൻ പോർട്ട് ബി ആസ് ഔട്ട്പുട്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ നമ്മൾ വേറൊരു എക്സാമ്പിൾ കാണാൻ പോവാണ്. മോണിറ്റർ ബിറ്റ് 5 ഓഫ് പോർട്ട് സി. പോർട്ട് സിന്റെ ബിറ്റ് 5നെ നമ്മൾ മോണിറ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പോർട്ട് സിനെ, ഇപ്പോൾ നമ്മൾ ജനറൽ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ഇതെല്ലാം നിങ്ങൾ ഓർത്തിക്കണം. ഹാഷ് ഇൻക്ലൂഡ് avr/io.h ഇൻറ്റ് മെയിൻ വോയിഡ് കേർലി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, റിട്ടേൺ 0 എഴുതുക, കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അത്രയും കാര്യം കോമൺ ആണ്. അപ്പോൾ അതിന് എപ്പോഴും പറയില്ല, ഇനി ലോജിക്ക് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ബിറ്റ് 5 ഓഫ് പോർട്ട് സിനെ മോണിറ്റർ ചെയ്യണം എന്നാണ്. അപ്പോൾ പോർട്ട് സിന്റെ ബിറ്റ് 5 ഞാൻ ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. അപ്പോൾ പോർട്ട് സി എന്ത് പോർട്ടാണ്, ദിസ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഇൻപുട്ട് പോർട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, DDRC 00 കൊടുത്തു. സോ പോർട്ട് സി ഈസ് ഇൻപുട്ട്. ഇൻപുട്ട് ആവണമെങ്കിൽ DDRC 00, ഔട്ട്പുട്ട് പോർട്ട് ആവണമെങ്കിൽ DDRC FF. ഇവിടെ പോർട്ട് സി ഇൻപുട്ട് പോർട്ടാണ്, അപ്പോൾ DDRC 00 കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്, ആ പോർട്ട് സിന്റെ ബിറ്റ് 5 ഹൈ ആണെങ്കിൽ എന്ത് ചെയ്യണം, പോർട്ട് ബിയിലേക്ക് 5 എന്ന വാല്യൂ സെൻഡ് ചെയ്യണം. അപ്പോൾ പോർട്ട് ബി എന്തായിട്ട് വർക്ക് ചെയ്യണം, ഔട്ട്പുട്ട് പോർട്ടായിട്ട് വർക്ക് ചെയ്യണം. ഇനി ബിറ്റ് 5 ഓഫ് പോർട്ട് സി ഹൈ അല്ല ലോ ആണെങ്കിൽ എന്ത് ചെയ്യണം, സെൻഡ് A ടു പോർട്ട് ബി. അപ്പോൾ പോർട്ട് ബി നമ്മൾ എന്തായിട്ട്, ഇത് പോർട്ട്, സോറി ഇത് ഡി ആണ്, പോർട്ട് ഡി.
അപ്പോൾ പോർട്ട് ഡിനെ എന്ത് ചെയ്യണം, അതിനെയും ഔട്ട്പുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്യണം. അപ്പോൾ DDRB 0xFF എന്ന് കൊടുത്തു, അതായത് പോർട്ട് ബി ഔട്ട്പുട്ട് ഡിഫൈൻ ചെയ്തു. DDRD 0xFF കൊടുത്തു, അപ്പോൾ പോർട്ട് ഡിനെയും ഔട്ട്പുട്ട് പോർട്ടായിട്ട് ഡിഫൈൻ ചെയ്തു. അപ്പം പോർട്ട് ഡെഫിനിഷൻ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? പോർട്ട് സിന്റെ ബിറ്റ് 5 1 ആണെങ്കിൽ, അപ്പം അതെങ്ങനെ ചെക്ക് ചെയ്യും? പോർട്ട് സിന്റെ ബിറ്റ് 5 1 ആണോ എന്ന് എങ്ങനെ ചെയ്യും? എങ്ങനെ ചെക്ക് ചെയ്യും? അഞ്ചാമത്തെ പൊസിഷൻ 1 വരുന്ന വാല്യൂ, അപ്പോൾ 0 1 2 3 4 5 6 7 ഇത് 1 വരണം, ബാക്കിയുള്ളതെല്ലാം 0. ഈ വാല്യൂ പോർട്ട് സിന്റെ പിൻ സിയുമായിട്ട് എന്ത് ചെയ്യണം? ആൻഡ് ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മൾ പിൻ സി എടുക്കുന്നത്? കാരണം നമ്മുടെ പോർട്ട് സി എന്ന് പറയുന്ന പോർട്ടിന്റെ അത് നമ്മൾ ഇൻപുട്ട് പോർട്ടായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എല്ലാം പിൻ രജിസ്റ്ററിലാണ് വന്ന് കിടക്കുക. അപ്പോൾ പിൻ സി രജിസ്റ്ററിനെ അഞ്ചാമത്തെ ബിറ്റ് 5 1 വരുന്ന രീതിയിലുള്ള ഒരു വാല്യൂ ഉണ്ടാക്കിയിട്ട്, അതായത് 0010 0000 എന്ന വാല്യൂവിനായിട്ട് ആൻഡ് ചെയ്യാം. അപ്പം ആൻഡ് ചെയ്യുന്ന സമയത്ത് ഈ അഞ്ചാമത്തെ ബിറ്റ് പൊസിഷൻ 1 ആണെങ്കിൽ ഈ ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. പിൻ സി ആൻഡ് 001 0000 എന്നുള്ളതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. എപ്പോൾ? ഇപ്പം നമ്മുടെ പിൻ സിയിൽ അഞ്ചാമത്തെ ബിറ്റ് 1 ആണെങ്കിൽ, അപ്പം അഞ്ചാമത്തെ ബിറ്റ് 1 ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ബിറ്റ് ഹൈ. അത് ഹൈ ആണെങ്കിൽ എന്ത് ചെയ്യണം? 5 എന്നുള്ള പോർട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പം എഴുതാം പോർട്ട് ബി = 0x55. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ, അതായത് ലോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പോർട്ട് ഡിയിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. പോർട്ട് ഡി എൽസ് പോർട്ട് ഡി = 0xAA എന്ന് നമ്മൾ സെൻഡ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ വളരെ സിമ്പിൾ ലോജിക്കാണ്. നമ്മൾ പോർട്ട് സിനെ ഇൻപുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്തു, അതുകൊണ്ട് DDRC 00 കൊടുത്തു. മറ്റേത് രണ്ടിനെയും നമ്മൾ ഔട്ട്പുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്തു, അതുകൊണ്ട് രണ്ടിനെയും FF കൊടുത്തു. ഇൻഫിനിറ്റ് വൈൽ ലൂപ്പിനകത്ത് എന്താ ചെക്ക് ചെയ്യേണ്ടത്? പോർട്ട് സിന്റെ അഞ്ചാമത്തെ ബിറ്റ്. അപ്പോൾ അഞ്ചാമത്തെ ബിറ്റ് എന്ന് പറയുമ്പോൾ പോർട്ട് സി ഇൻപുട്ട് പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിൻ സിനെ കമ്പയർ ചെയ്യണം. എന്ത് വെച്ചിട്ട്? അഞ്ചാമത്തെ ബിറ്റ് പൊസിഷനിൽ 1 വരുന്ന സാധനം വെച്ചിട്ട്. അപ്പോൾ 010 0000 ആൻഡ് ചെയ്തു. അപ്പോൾ ആൻഡ് ചെയ്യുമ്പോൾ അഞ്ചാമത്തെ ബിറ്റ് പൊസിഷൻ 1 ആണെങ്കിൽ ഈ ആൻഡ് ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇഫ് ലൂപ്പിനകത്ത് എഴുതിയിരിക്കുന്നത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? പോർട്ട് ബി = 55 അല്ലെങ്കിൽ പോർട്ട് ഡി = A. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എന്താ പറയുന്നത്, ഈ ലോജിക്കൽ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് പോർട്ടിനകത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ് നോക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. എ ഡോർ സെൻസർ ഈസ് കണക്റ്റഡ് ടു ബിറ്റ് 1 ഓഫ് പോർട്ട് ബി. ഓക്കെ, എ ഡോർ സെൻസർ ഈസ് കണക്റ്റഡ് ടു ബിറ്റ് 1 ഓഫ് പോർട്ട് ബി ആൻഡ് an output LED ഈസ് കണക്റ്റഡ് ടു ബിറ്റ് 7 ഓഫ് പോർട്ട് സി. പോർട്ട് സിന്റെ ബിറ്റ് 7ൽ നമ്മൾ ഒരു ഇത് കാണാം. അപ്പോൾ ഡോർ സെൽ കണക്ട് ചെയ്തിരിക്കുന്ന ബിറ്റ് 1 ഓഫ് പോർട്ട് ബി ആണ്. അപ്പോൾ പോർട്ട് ബിന്റെ ബിറ്റ് 1നെ നമ്മൾ ഇൻപുട്ടായി ഡിഫൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു പോർട്ടിനെ പൂർണ്ണമായിട്ടും നമുക്ക് ഇൻപുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പോർട്ടിനകത്ത് ഒരു ബിറ്റിനെ മാത്രം നമുക്ക് ഇൻപുട്ട് പിന്നായി ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പോർട്ട് ബിനെ പൂർണ്ണമായും ഇൻപുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്യുന്നില്ല. പോർട്ട് ബിയുടെ ബിറ്റ് 1നെ മാത്രം ഇൻപുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്തു. പിന്നെയോ ഔട്ട്പുട്ട് LED ഈസ് കണക്റ്റഡ് ടു ബിറ്റ് 7 ഓഫ് പോർട്ട് സി. അപ്പോൾ പോർട്ട് സിനെ മുഴുവനും ഔട്ട്പുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്യേണ്ട, ബിറ്റ് 7 ഓഫ് പോർട്ട് സിനെ മാത്രം ഔട്ട്പുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്യാം. അതെങ്ങനെ ചെയ്യാം? ബിറ്റ് 1 ഓഫ് പോർട്ട് ബിനെ ഇൻപുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട് ബിയുടെ ബിറ്റ് 1 മാത്രം 0 ആവണം. ആ പോർട്ട് ബിന്റെ ബാക്കി ഉള്ള 7 ബിറ്റുകളിൽ വാല്യൂ മാറാനും പാടില്ല. അത് നമ്മൾ ഓൾറെഡി നോക്കി. എന്താ ചെയ്യേണ്ടത്? ഏത് പൊസിഷനാണോ 0 ആക്കേണ്ടത് അത് 0 കൊടുക്കുക, ബാക്കിയുള്ള എല്ലാം 1 കൊടുക്കുക. ആ വാല്യൂവിനെ നമ്മൾ ആൻഡ് ചെയ്യാം. പോർട്ട് ബിനെ ആണ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത്, അതുകൊണ്ട് DDRBനെ ആൻഡ് ചെയ്തു.
Right? So DDRB is changed to DDRB and 0B 11111101. ഇനി അതേപോലെ ബിറ്റ് 7 ഓഫ് പോർട്ട് സീന് ഔട്ട്പുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്യണം. അപ്പോൾ പോർട്ട് സീൻ്റെ ബിറ്റ് 7 1 ആവണം. അപ്പം അത് 1 വരണം, ബാക്കിയുള്ളതെല്ലാം അൺചേഞ്ച്ഡ് ആവണം. അതെങ്ങനെ ഡിഫൈൻ ചെയ്യാം? ബിറ്റ് 7 1ഉം ബാക്കിയുള്ള എല്ലാം 0 ആയിട്ടുള്ള വാല്യൂ വെച്ചിട്ട് പോർട്ട് സീനെ ഞാൻ ഓർ ചെയ്തു. അപ്പം എന്താ, ബിറ്റ് 7 1 ആവുന്ന ഉറപ്പായി, ബാക്കിയുള്ളതെല്ലാം അതിനകത്തുള്ള വാല്യൂ എന്താണോ അത് അതുപോലെ തന്നെ നിലനിൽക്കും. അപ്പം ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്തത്? ബിറ്റ് 1 ഡിഫൈൻഡ് ആസ് ഇൻപുട്ട് പോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഇൻപുട്ട് ബിറ്റ്. ഇതിനകത്തോ ബിറ്റ് 7 ഡിഫൈൻഡ് ആസ് ഔട്ട്പുട്ട് ബിറ്റ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? റൈറ്റ് എ പ്രോഗ്രാം ടു മോണിറ്റർ ദ സെൻസർ ആൻഡ് വെൻ ഡോർ ഓപ്പൺസ് ടേൺ ഓൺ ദി LED. അപ്പോൾ നമ്മൾ ഒരു സെൻസറെ മോണിറ്റർ ചെയ്യണം. സെൻസർ മോണിറ്റർ ചെയ്തിട്ട് ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് LED ടേൺ ഓൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് LED ടേൺ ഓൺ ചെയ്യണം, അല്ലെങ്കിൽ LED ഓഫായി തന്നെ നിൽക്കണം. അപ്പോൾ നമ്മൾ ഏത് ബിറ്റ് മോണിറ്റർ ചെയ്യണം? പോർട്ട് ബിൻ്റെ ബിറ്റ് 1 മോണിറ്റർ ചെയ്യണം. അപ്പോൾ പോർട്ട് ബിൻ്റെ ബിറ്റ് 1 ആയിട്ടുള്ളതും ബാക്കിയുള്ള എല്ലാം 0 ആയിട്ടുള്ള വാല്യൂ പിൻ ബിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുകൊണ്ട് എന്താ ചെയ്യുന്നത്? വി ആർ മോണിറ്ററിങ് ബിറ്റ് 1 ഓഫ് പോർട്ട് ബി. അപ്പോൾ അത് ഇൻപുട്ടാണ്. അപ്പോൾ ഇൻപുട്ട് ആയതുകൊണ്ട് ഏത് രജിസ്റ്ററിൻ്റെ കൂടെയാണ് നോക്കേണ്ടത്? പിൻ ബിൻ്റെ കൂടെയാണ് നോക്കേണ്ടത്. അപ്പോൾ അത് 1 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പോർട്ട് സീൻ്റെ ബിറ്റ് 7 ഹൈ ആക്കണം. അപ്പം 7ാമത്തെ ബിറ്റ് പൊസിഷൻ ഹൈ ഉള്ള വാല്യൂ, ബാക്കിയുള്ളതെല്ലാം 0യും വെച്ചുകൊണ്ട് ഉള്ളതിനെ പോർട്ട് സീൻ്റെ കൂടെ നമ്മൾ ഓർ ചെയ്തു. ഓർ ചെയ്യുമ്പോൾ എന്താ പറ്റുക? ആ ബിറ്റ് 1 ആവും, ബാക്കിയുള്ള വാല്യൂ എല്ലാം എന്താണോ ഒറിജിനലി ഉള്ളത് അത് അതിൽ തന്നെ നിൽക്കും. ഇപ്പം അതിന് പകരം ഇപ്പം ഈ ബിറ്റ് 1 ഓഫ് പോർട്ട് ബി 1 അല്ല 0 ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ എൽസ് കണ്ടീഷനിലേക്ക് വരും. എൽസ് കണ്ടീഷനിൽ എന്താ ചെയ്യേണ്ടത്? ആ LED ഓൺ ആക്കരുത്. അപ്പോൾ ആ LED ഓൺ ആക്കരുത് എന്ന് പറഞ്ഞാൽ ബിറ്റ് 7 ഓഫ് പോർട്ട് സി എപ്പോഴും 1 ആയിരിക്കണം. അപ്പോൾ ബിറ്റ് 7 ഓഫ് പോർട്ട് സി ബിറ്റ് 7 ഓഫ് പോർട്ട് സി 0 ആയിരിക്കണം. ബിറ്റ് 7 ഓഫ് പോർട്ട് സി 0യും ബാക്കിയുള്ള എല്ലാം 1ഉം ഉള്ള ഒരു ബൈനറി വാല്യൂവിൻ്റെ കൂടെ പോർട്ട് സീനെ ആൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ഉറപ്പിക്കാൻ പറ്റും? ബിറ്റ് 7 0 ആയിരിക്കും. ബാക്കിയുള്ള എല്ലാം 1 ആയതുകൊണ്ട് പോർട്ട് സിക്കകത്ത് ഇപ്പം ആ ബിറ്റിലൊക്കെ എന്ത് വാല്യൂ ആണോ ഉള്ളത് ആ വാല്യൂസ് അതുപോലെ തന്നെ നിലനിൽക്കും. സോ അതാണ് ഈ പ്രോഗ്രാം. അപ്പം നമ്മളൊരു പോർട്ടിനെ മുഴുവനും ഇൻപുട്ട് പോർട്ട് ആക്കുന്നതിന് പകരം ആ പോർട്ടിൻ്റെ ബിറ്റിനെ മാത്രം നമുക്ക് ഇൻപുട്ട് പോർട്ടായിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് ഇപ്പം നമ്മൾ കണ്ടത്. Any doubts? അപ്പോൾ നമുക്ക് ലോജിക് ഓപ്പറേഷൻസിനകത്ത് കോമ്പൗണ്ട് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് A ഈസ് ഈക്വൽ ടു A ആൻഡ് B എന്നുള്ളതിന് നമുക്ക് A ആൻഡ് ഈക്വൽ ടു B എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ സിയിൽ പഠിച്ചിട്ടുണ്ടാവും x is equal to x plus 2. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് ഈക്വലൻ ടു x plus equal to 2. ദിസ് ഈസ് കോൾഡ് കോമ്പൗണ്ട് അസൈൻമെന്റ് ഓപ്പറേഷൻ. ഈ കോമ്പൗണ്ട് അസൈൻമെന്റ് ഓപ്പറേഷൻ നമുക്ക് സിക്കകത്ത് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഓപ്പറേഷൻസ് നമുക്ക് എംബഡഡ് സിക്കകത്തും അവൈലബിൾ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ബിറ്റ് വൈസ് ഷിഫ്റ്റ് ഓപ്പറേഷൻസ് ഇൻ സി ആണ്. ഇതിനകത്ത് നമുക്ക് ഒരു രജിസ്റ്ററിനകത്തുള്ള വാല്യൂസിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഷിഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നതിൻ്റെ സിമ്പിൾ ഇതാണ്. ഷിഫ്റ്റ് റൈറ്റ്. ഷിഫ്റ്റ് ലെഫ്റ്റിൻ്റെ സിമ്പിൾ ഇതാണ്. ഷിഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പം വലത് ഭാഗത്തേക്ക് ആരോ മാർക്ക് കാണിക്കുന്ന പോലത്തെ സിമ്പിളും, അതായത് ഗ്രേറ്റർ ദാൻ സിമ്പിൾ, 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇടത് ഭാഗത്തേക്ക് ഡേറ്റ പോകുന്ന പോലെ. അപ്പം 2 ലെസ് ദാൻ സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്തുള്ള വാല്യൂ 0001 ആണ്. അത് ഞാൻ കൊടുക്കുകയാണ് റൈറ്റ്, ഷിഫ്റ്റ് റൈറ്റിൻ്റെ സിമ്പിൾ കൊടുത്തു, 3 എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ 1 3 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ 1 ഒരു പ്രാവശ്യം, 1 2 3. അപ്പോൾ എന്തായി? 1 ഇവിടെ വന്നു, 3 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തു. ഇനി അതേപോലെ തന്നെ എനിക്ക് ലെഫ്റ്റ് ഷിഫ്റ്റ് 3 ചെയ്യാം. ലെഫ്റ്റ് ഷിഫ്റ്റ് 3 ചെയ്യുന്ന സമയത്ത് ഇത് 3 പ്രാവശ്യം ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. 1 2 3. അപ്പോൾ എൻ്റെ MSB 1 ആയി. ദറ്റ് ഈസ് വെരി ഈസി ടു ഡു. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വാല്യൂസ് കൊടുക്കാം. ബൈനറിയിൽ വാല്യൂസ് കൊടുക്കാം, ഡെസിമലിൽ വാല്യൂസ് കൊടുക്കാം, ഹെക്സിൽ വാല്യൂസ് കൊടുക്കാം. അപ്പോൾ ഡെസിമലിൽ വാല്യൂ കൊടുത്തിരിക്കുകയാണ് 1 ലെഫ്റ്റ് ഷിഫ്റ്റ് ടു 3, 1 ലെഫ്റ്റ് ഷിഫ്റ്റ് ടു 3. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ? 0 0 0 0 0 0 0 1. ഇത് 1 2 3 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എത്തി 1 ഇവിടെ വന്നു. ഇതാണ് ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ. നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 1 റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും 1 പുറത്തേക്ക് പോകും. അത് കറങ്ങി വരുമൊന്നുമില്ല. അപ്പോൾ അത് ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകും. നമുക്ക് ടോട്ടൽ വാല്യൂ 0 ആയി പോകും. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ 8 ബിറ്റ് വാല്യൂവിൽ നിന്നും അത് പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യണം. പുറത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ അത് കറങ്ങി LSB നിന്ന് പിന്നെ ഷിഫ്റ്റ് ചെയ്താൽ കറങ്ങി MSB ആവില്ല. അത് ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകും, പുറത്തേക്ക് പോകും. So we can see an example related to that. Monitor bit 7 of port B if it is 1. Monitor bit 7 of port B. Bit 7 of port B നെ മോണിറ്റർ ചെയ്യണം. അത് 1 ആണെങ്കിൽ അപ്പോൾ പോർട്ട് ബി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മോണിറ്റർ ചെയ്യണം. അപ്പോൾ ബിറ്റ് 7 ഓഫ് പോർട്ട് ബി എന്ന് പറയുന്നത്, ബിറ്റ് 7 ഓഫ് പോർട്ട് ബി എന്ന് പറയുന്നത് ഇൻപുട്ട് പോർട്ടാണ്. അത് 1 ആണെങ്കിൽ ബിറ്റ് 4 ഓഫ് പോർട്ട് ബിനെ ഇൻപുട്ട് പോർട്ടാക്കണം, അല്ലെങ്കിൽ ബിറ്റ് 4 ഓഫ് പോർട്ട് ബിനെ ഔട്ട്പുട്ട് പോർട്ടാക്കണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പോർട്ട് ബിന്റെ 7നെ നമ്മൾ മോണിറ്റർ ചെയ്യണം, അതിനെ ഇൻപുട്ട് പോർട്ടാക്കണം, ബിറ്റ് 7. അപ്പോൾ ബിറ്റ് 7 ഇൻപുട്ട് പോർട്ട് ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSB വാല്യൂ 0 ആക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ 1 ലെഫ്റ്റ് ഷിഫ്റ്റ് ടു 7. ശ്രദ്ധിക്കണേ, 1 ലെഫ്റ്റ് ഷിഫ്റ്റ് ടു 7 ആണ് ചെയ്യുന്നത്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 0 0 0 0 0 0 0 1. ലെഫ്റ്റ് ഷിഫ്റ്റ് 7 തവണ, 1 2 3 4 5 6 7 MSBയിലെത്തി. അപ്പോൾ MSB 1, ബാക്കിയുള്ളതെല്ലാം 0. ഇതാണ് 1 ലെഫ്റ്റ് ഷിഫ്റ്റ് ടു 7. ഇനി ടിൽഡ ഓഫ് 1 ലെഫ്റ്റ് ഷിഫ്റ്റ് ടു 7 എന്ന് പറഞ്ഞാൽ ഈ 1 ലെഫ്റ്റ് ഷിഫ്റ്റ് ടു 7ന്റെ കോംപ്ലിമെന്റ് എടുക്കണം. ഇത് 0 1 1 1 1 1 1 1. എനിക്ക് ബിറ്റ് 7 എന്തായാലും 0 ആവണം. ബാക്കിയുള്ളത് എന്താണോ ആ വാല്യൂ അതുപോലെ തന്നെ നിൽക്കണം, അല്ലേ? അതായത് അത് ഇൻപുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്തെങ്കിൽ ഇൻപുട്ട് പോർട്ടായി നിൽക്കണം, ഔട്ട്പുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്തെങ്കിൽ ഔട്ട്പുട്ട് പോർട്ടായി നിൽക്കണം. അപ്പോൾ ഈ വാല്യൂവിനെ എന്ത് ചെയ്യണം? നമ്മൾ ആൻഡ് ചെയ്യണം. എന്തിൻ്റെ കൂടെ? DDRBന്റെ കൂടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത പോലെ തന്നെ DDRB ആൻഡ് 0 1 1 1 1 1 1 1 കൊടുക്കുന്നതിന് പകരം DDRB ആൻഡ് ടിൽഡ 1 ലെഫ്റ്റ് ഷിഫ്റ്റ് 7 എന്ന് കൊടുത്തു. രണ്ടും സെയിം ആണ്. ദിസ് ഈസ് സെയിം ആസ് DDRB ആൻഡ് ഇതിന് മുന്നേ കൊടുത്തില്ലേ, ഇത് 0, ബാക്കിയുള്ളതെല്ലാം 1. ഇതിന് മുന്നത്തിനകത്ത് നമ്മൾ കൊടുത്തു, ഇവിടെ ഉണ്ടോ DDRB നമ്മൾ കൊടുത്തു. അതിന് ഇക്വലൻ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്, ഈ സെയിം ഓപ്പറേഷനാണ് 0B കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് പകരം നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ വെച്ച് ചെയ്തു, 1 ലെഫ്റ്റ് ഷിഫ്റ്റ് 7. അപ്പം എന്ത് ചെയ്തു? നമ്മൾ പോർട്ട് ബിന്റെ ബിറ്റ് 7നെ ഇൻപുട്ട് പോർട്ടാക്കി. ഇനി ആ വാല്യൂ 1 ആണെങ്കിൽ എന്ന് പറയുമ്പം പിൻ ബിക്കകത്ത് MSB നമ്മൾ ചെക്ക് ചെയ്യണം. പിൻ ബിക്കകത്തുള്ള MSB 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം.
അപ്പോൾ എന്ത് ചെയ്യും? പിൻ ബിനെ നമ്മൾ ആൻഡ് ചെയ്തു 1 ലെഫ്റ്റ് ഷിഫ്റ്റ് ടു 7. 1 ലെഫ്റ്റ് ടു 7 എന്ന് പറഞ്ഞാൽ 1 0 0 0 0 0 0 0. അപ്പോൾ അത് പിൻ ബിൻ്റെ കൂടെ ആൻഡ് ചെയ്യുമ്പം ഇതിൻ്റെ വാല്യൂ ദിസ് ബിക്കംസ് 1 വെൻ ബിറ്റ് 7 ഓഫ് പിൻ ബി ഈക്വൽ ടു 1. പിൻ ബിൻ്റെ ബിറ്റ് 7 1 ആണെങ്കിൽ ഈ ആൻഡ് ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. പിൻ ബിൻ്റെ ബിറ്റ് 7 1 ആണെങ്കിൽ ഇതിൻ്റെ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? 1 ആണെങ്കിൽ പോർട്ട് ബിൻ്റെ ബിറ്റ് 4 ഇൻപുട്ട് ആക്കാനാണ്. പോർട്ട് ബിൻ്റെ ബിറ്റ് 4 ഇൻപുട്ട് ആക്കാൻ. അപ്പോൾ നമ്മൾ ഇതിന് മുകളിൽ എഴുതിയ പോലെ തന്നെ നമ്മൾ മുകളിൽ എങ്ങനെയാണ് പോർട്ട് ബിൻ്റെ ബിറ്റ് 7 എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് പോർട്ട് ആക്കിയത്? DDRB ആൻഡ് അത് ആംബസൻഡ് ടിൽഡ 1 ലെസ് ദാൻ ഈക്വൽ ടു 7. അത് 7th ബിറ്റ് ആയതുകൊണ്ടാണ്. നമുക്ക് ബിറ്റ് 4നെയാണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? 1 ലെഫ്റ്റ് ഷിഫ്റ്റ് ടു 4 ചെയ്യാം. അപ്പോൾ ബിറ്റ് 4 എന്തായി? 1 ആയി. എനിക്കതിനെ ഔട്ട്പുട്ട് പോർട്ടാണ് ആക്കേണ്ടത്. അപ്പം ബിറ്റ് 4 0 ആവണം. അപ്പം എന്ത് ചെയ്യണം? യു ഗീവ് ടിൽഡ. അപ്പം ഉറപ്പായിട്ട് നമുക്ക് പറയാം ബിറ്റ് 4ൻ്റെ പൊസിഷൻ 0 ആണ്. അത് DDRBൻ്റെ കൂടെ ആൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റി? ബിറ്റ് 4 ഓഫ് ദ പോർട്ട് ബി ഇൻപുട്ടായി. അതേപോലെ ബിറ്റ് 4 ഓഫ് ദ പോർട്ട് ബി ഔട്ട്പുട്ട് ആക്കണമെങ്കിലോ അതുപോലെ തന്നെ 1 എടുക്കുക, ലെഫ്റ്റ് ഷിഫ്റ്റ് 4 എടുക്കുക, DDRBൻ്റെ കൂടെ ഓർ ചെയ്യാം. ഓർ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ബിറ്റ് 4 1 ആണ്, ബാക്കിയുള്ളതിൻ്റെ വാല്യൂസ് എന്താണോ ആ വാല്യൂ അതുപോലെ തന്നെ. അപ്പം ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിയ പോർട്ട് അസൈൻമെൻറ്റ് ഓപ്പറേഷൻ, അതായത് ഓരോരോ പോർട്ടുകളെയും നമുക്ക് ഇൻപുട്ട് പോർട്ടായിട്ടും ഔട്ട്പുട്ട് പോർട്ടായിട്ടും ഒരു പോർട്ടിൻ്റെ ഒരു ബിറ്റിനെ മാത്രം ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ആ ബിറ്റിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെ നമ്മൾ നോക്കും എന്നുള്ളതുമാണ് ഈ 2 എക്സാമ്പിൾ ഓപ്പറേഷൻ നമ്മൾ കണ്ടത്. അത് നമുക്ക് നേരിട്ട് വേണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂസ് കൊടുത്തുകൊണ്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേഷനോ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേഷനോ ഉപയോഗിക്കുന്നതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഏത് ബിറ്റിനെയാണോ 1 ആക്കേണ്ടത് 1 ലെഫ്റ്റ് ഷിഫ്റ്റ് ആ നമ്പർ കൊടുക്കുക. അപ്പോൾ ആ ഒരു ബിറ്റിനെ നമുക്ക് 0 ആണ് ആക്കേണ്ടതെങ്കിൽ ടിൽഡ 1 ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ ആ നമ്പർ കൊടുക്കുക. ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡേറ്റ കൺവേർഷൻസ് ഇൻ സി ആണ്. ഇത് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പഠിപ്പിച്ച് തന്നതാണ്. അത് നമ്മൾ എന്താ പറയുക അസംബ്ലി ലാംഗ്വേജ് പഠിച്ച സമയത്ത് നമ്മൾ ആസ്കി വാല്യൂ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? ആസ്കി വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നാണ്. ഇപ്പം ബൈനറി വാല്യൂ എന്താ പറയുക, നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ അൺപാക്ഡ് BCD എന്താണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആസ്കി വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ആസ്കി വാല്യൂസ് ഇപ്പോൾ നമുക്കുണ്ടാവും. അപ്പോൾ നമുക്കൊരു കീപാഡ് ഉണ്ടാവും. ഇപ്പോൾ ഒരു കീപാഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂസ് ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാവും കീപാഡ്. ഇത് 1 2 3 4 5 6 7 8 9 0 അങ്ങനെ 10 വാല്യൂസ് ഉണ്ടാവും. ഈ ഓരോ വാല്യൂ ക്ലിക്ക് ചെയ്യുമ്പോഴും ഒരു ആസ്കി വാല്യൂ ആണ് മൈക്രോ കൺട്രോളറിന് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ആസ്കി വാല്യൂ എന്ന് പറയുന്നത്, സോ ഇഫ് യു ഹാവിംഗ് ദി ഡെസിമൽ വാല്യൂ പ്ലസ് 30 വിൽ ബി യുവർ ആസ്കി വാല്യൂ. ഡെസിമൽ വാല്യൂൻ്റെ കൂടെ 30 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആസ്കി വാല്യൂ. അപ്പോൾ 0ൻ്റെ ആസ്കി എന്ന് പറയുന്നത് 30, 3ൻ്റെ ആസ്കി എന്ന് പറയുന്നത് 33, 9ൻ്റെ ആസ്കി എന്ന് പറയുന്നത് 39. അപ്പോൾ അതിനൊരു ബൈനറി വാല്യൂ ഉണ്ടാവും, ഒരു BCD വാല്യൂ ഉണ്ടാവും. ഈ BCD വാല്യൂ എങ്ങനെയാണ് എഴുതേണ്ടത് ഞാൻ പറഞ്ഞു. 0ൻ്റെ BCD എന്ന് പറയുമ്പോൾ 00000000, 1ൻ്റെ ആകുമ്പം 00000001. ശരിക്കും നമുക്ക് 0000 എന്ന് മാത്രം മതി. പക്ഷേ നമ്മുടെ രജിസ്റ്ററിൻ്റെ സൈസ് 8 ബിറ്റ് ആയതുകൊണ്ട് ആ 8 ബിറ്റിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എഴുതണം. അപ്പോൾ 9 എന്ന് പറയുമ്പോൾ ശരിക്കും 1001 ആണ്, 4 ബിറ്റ് മതി. പക്ഷേ നിങ്ങൾ ഒരു രജിസ്റ്ററാണ് അതിന് കൺസ്യൂം ചെയ്യുന്നത്. ആ രജിസ്റ്ററിൽ 8 ബിറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 4 00000, പിന്നെ 1001.
ഇതിനാണ് നമ്മൾ അൺപാക്ഡ് BCD എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, 0x29 എന്നുള്ളൊരു വാല്യൂ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 0x29 എന്നുള്ളൊരു വാല്യൂ. അപ്പോൾ പാക്ഡ് BCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ന് 4 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുക 0010, 9ന് 4 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുക 1001. അപ്പോൾ അതിനെയാണ് നമ്മൾ പാക്ഡ് BCD എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ വേറെ എക്സാമ്പിൾ എടുക്കുന്നത്, ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള വാല്യൂ 35 ആണെന്ന് വിചാരിക്കാം. അപ്പം 4 ബിറ്റ് യൂസ് ചെയ്ത് 3നെ റെപ്രസെൻറ്റ് ചെയ്യുക 0011, ഇത് 3 ആണ്. പിന്നെ 0101, ഇത് 5 ആണ്. അപ്പം ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാക്ഡ് BCD ഫോം എന്ന് പറയുന്നത്. പാക്ഡ് BCD. അപ്പം അതിന് പകരം ഇപ്പം ഇതിനെ നമ്മൾ അൺപാക്ഡ് BCD ആക്കണമെന്നുണ്ടെങ്കിൽ, അൺപാക്ഡ് BCD ആക്കുമ്പോൾ 3 ഈസ് റെപ്രസെൻറ്റഡ് ഇൻ കറസ്പോണ്ടിങ് ബൈനറി 00000011. 5 എന്ന് പറയുമ്പോഴോ 00000101. So this is unpacked BCD. ഈ അൺപാക്ഡ് BCDന്റെ കൂടെ 30 ആഡ് ചെയ്താൽ ASCII കിട്ടും. സോ ASCII വിൽ ബി unpacked BCD plus 30. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഇത് മൂന്നും തമ്മിലുള്ള ബന്ധം. പാക്ഡ് BCD എന്ന് പറയുമ്പോൾ ഓരോന്നിനെയും നമ്മൾ 4 ബിറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അൺപാക്ഡ് BCD എന്ന് പറയുമ്പോൾ ഓരോന്നിനെയും സെപ്പറേറ്റ്, മറ്റേത് പാക്ഡ് BCD എന്ന് പറയുമ്പോൾ ഒറ്റൊരു നമ്പറായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 29 0x29 എന്നുള്ള നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 8 ബിറ്റ് മതി. അല്ല, ആദ്യത്തെ 4 ബിറ്റ് 2നെ റെപ്രസെൻറ്റ് ചെയ്യും, രണ്ടാമത്തെ 4 ബിറ്റ് 9നെ റെപ്രസെൻറ്റ് ചെയ്യും. പക്ഷെ അൺപാക്ഡ് BCD എന്ന് പറഞ്ഞാൽ അത് 0x29 ആണെങ്കിൽ അല്ല, ഒരു വാല്യൂ എന്ന് പറയുന്നത് 0x02, പിന്നത്തെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0x09 ആയിരിക്കും. അപ്പോൾ 0x02 റെപ്രസെൻറ്റ് ചെയ്യാൻ 8 ബിറ്റ് വേണം, 0x09 റെപ്രസെൻറ്റ് ചെയ്യാനും 8 ബിറ്റ് വേണം. അപ്പോൾ അതാണ് എന്ത് അൺപാക്ഡ് BCD എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺപാക്ഡ് BCD നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ അൺപാക്ഡ് BCDന്റെ കൂടെ നിങ്ങൾ 30 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ASCII കിട്ടും. അപ്പോൾ ഇതാണ് ഇത് മൂന്നും തമ്മിലുള്ള ബന്ധം. ക്ലിയർ അല്ലേ? ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ കൺവേർഷൻ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓക്കെ, സോ ഇവിടെ ഒരു കീ 4 കൊടുത്തിട്ടുണ്ട്. കീ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ASCII വാല്യൂ എന്ന് പറയുന്നത് 34 ആണ്. അപ്പോൾ നമ്മൾ അൺപാക്ഡ് BCD എന്ന് പറയുമ്പോൾ 3 എന്ന വാല്യൂ നമുക്കിവിടെ കിട്ടണം, 0000. സോ ദിസ് ഈസ് ആക്ച്വലി വാല്യൂ ഓഫ് 4ൻ്റെ അൺപാക്ഡ് BCD. 7 എന്ന് പറയുമ്പം 7ൻ്റെ അൺപാക്ഡ് BCD ആണിത്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. അപ്പം പാക്ഡ് BCD ടു ASCII ആണ്. പാക്ഡ് BCD 29 ഈസ് ബീങ് ചേഞ്ച് ടു ASCII. അപ്പം നമ്മൾ ആദ്യം ഹാഷ് ഇൻക്ലൂഡ് എഴുതി, ഇൻറ്റ് മെയിൻ വോയിഡ് എഴുതി, കേർലി ബ്രാക്കറ്റ് എഴുതി, റിട്ടേൺ 0 എഴുതി, കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു രജിസ്റ്ററിലേക്ക് ഇപ്പോൾ ഈ 29 എന്നുള്ള വാല്യൂ ആണ്. അപ്പം പാക്ഡ് BCD ആയിട്ടുള്ള 29 അതിൻ്റെ അടുത്തുള്ളത്. ഈ പാക്ഡ് BCD ആയിട്ടുള്ള 29 നിന്നും നിങ്ങൾ ആദ്യം 9 എക്സ്ട്രാക്ട് ചെയ്യണം. ഇതിൽ നിന്നും പിന്നെ നിങ്ങൾ 2 എക്സ്ട്രാക്ട് ചെയ്യണം. ഈ 9ൻ്റെ കൂടെ നിങ്ങൾ 30 ആഡ് ചെയ്യണം. അത് ഒരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യണം. ഇതിൻ്റെ കൂടെ നിങ്ങൾ 30 ആഡ് ചെയ്യണം. ഇതിന് നിങ്ങൾ വേറൊരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യണം. അപ്പം ഒന്നെങ്കിൽ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ പോർട്ടിലേക്ക് സെൻഡ് ചെയ്യണം, എനി പോർട്ട്. ഓക്കെ, അപ്പോൾ 20 പാക്ഡ് BCD ആയിട്ടുള്ള 29 എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ആ 29 എന്നുള്ളതിനെ ഞാൻ ഒരു അൺസൈൻഡ് ക്യാരക്ടറിലേക്ക് സ്റ്റോർ ചെയ്തു. വേരിയബിൾ നെയിം കൊടുത്തത് MyByte. അപ്പോൾ 0x29 എന്നുള്ള വാല്യൂ MyByte എന്ന വേരിയബിളിൽ
അൺസൈൻഡ് ക്യാരക്ടറായിട്ട് ഞാൻ സ്റ്റോർ ചെയ്തു. ഇനി ഞാൻ ഈ ആസ്കി വാല്യൂ, അപ്പോൾ 29 എന്നുള്ള പാക്ഡ് ബി സി ഞാൻ ആസ്കി ആക്കി മാറ്റും. എനിക്ക് 2 വാല്യൂ കിട്ടുമല്ലോ, 39 എന്നുള്ള വാല്യൂവും കിട്ടും, 32 എന്നുള്ള വാല്യൂവും കിട്ടും. അത് ഞാൻ 2 പോർട്ടിലൂടെയാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 പോർട്ടിനെയും നിങ്ങൾ ഹൈ ആക്കണം. അപ്പോൾ എന്ത് ചെയ്തു, DDRBനെ FF ആക്കി, DDRCനെ FF ആക്കി. ഇനി ഈ 29 എന്നുള്ള വാല്യൂവിൽ നിന്നും എനിക്ക് 9 മാത്രം കിട്ടണം. അപ്പം എന്ത് ചെയ്യണം, ഈ വാല്യൂവിനെ ആൻഡ് ചെയ്യണം 0Fൻ്റെ കൂടെ. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അത് ആൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്, 09 എന്നുള്ള വാല്യൂ കിട്ടി. ആ 09 എന്നുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആസ്കി ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ 09 എന്നുള്ള വാല്യൂ ആസ്കി കിട്ടണമെങ്കിൽ ഈ 09നെ നിങ്ങൾ ഓർ ചെയ്യണം. എന്തിൻ്റെ കൂടെ, 30ൻ്റെ കൂടെ. അപ്പോൾ 30ൻ്റെ കൂടെ ഓർ ചെയ്യുമ്പോൾ 39 കിട്ടി. ഈ സെയിം ലോജിക്കാണ് നമ്മൾ എവിടെ യൂസ് ചെയ്തിരുന്നത്, നമ്മൾ അസംബ്ലി ലാംഗ്വേജ് ചെയ്തപ്പോഴും ഇത് യൂസ് ചെയ്തു. അപ്പം ഞാൻ അതിനെപ്പറ്റി അധികം പറയുന്നില്ല. ഓക്കെ, ഇനി അടുത്ത എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 29 2 വേണം. 29 2 വേണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, 29 എടുക്കും, ആൻഡ് ചെയ്യും F0ൻ്റെ കൂടെ. അപ്പം എന്ത് കിട്ടും, 20 കിട്ടി. പക്ഷെ എനിക്ക് എന്താ വേണ്ടത്, 02 ആ വേണ്ടത്. അപ്പം എന്ത് ചെയ്യും, ഈ 20നെ നിങ്ങൾ 20 ഹാസ് ടു ബി റൈറ്റ് ഷിഫ്റ്റഡ് 4 ടൈംസ്. അപ്പം എന്ത് കിട്ടും, 02 കിട്ടും. ഇനി ആസ്കി കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ കൂടെ ഓർ ചെയ്യുക, എന്ത്, 30. അപ്പം എന്ത് കിട്ടി, 32. അപ്പം 39 എന്നൊരു വാല്യൂ കിട്ടി, 32 എന്നൊരു വാല്യൂ കിട്ടി. അത് രണ്ടും പോർട്ടിലേക്ക് സെൻഡ് ചെയ്തു. അപ്പോൾ ഏറ്റവും ആദ്യം എക്സ് എന്നൊരു ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പം ഞാൻ എക്സിനെ അൺസൈൻഡ് ക്യാരക്ടറായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു മൈ ബൈറ്റ് ആൻഡ് 0x0f. അപ്പം എനിക്കിവിടെ എന്ത് കിട്ടി, 9 കിട്ടി. ആ വാല്യൂവിനെ എന്ത് ചെയ്തു, 30ൻ്റെ കൂടെ ഓർ ചെയ്തു. അപ്പോൾ പോർട്ട് ബിയിലേക്ക് ഫസ്റ്റ് വാല്യൂ വന്നു. പോർട്ട് ബിയിൽ വന്ന വാല്യൂ 39. വേറെ വേരിയബിൾ എടുത്തു, മൈ ബൈറ്റ് ആൻഡ് F0 ചെയ്തു. അപ്പോൾ ഇവിടെ ഇപ്പോൾ എക്സിൽ വന്ന വാല്യൂ 09, ഇവിടെ വൈയിൽ വന്ന വാല്യൂ 20. ഇത് ചെയ്ത് കഴിയുമ്പം വൈയിലുള്ള വാല്യൂ 02. ഇത് ചെയ്ത് കഴിയുമ്പോൾ പോർട്ട് സിയിലെ വാല്യൂ 30. നമ്മൾ അസംബ്ലി ചെയ്ത സെയിം കാര്യം തന്നെ നമ്മൾ അത് സിയിലും ചെയ്തു. ഇനി നമ്മൾ തിരിച്ച് ചെയ്യാൻ പോവാം. ഡേറ്റ കൺവേർഷൻ, ആസ്കി ഓഫ് 4 and 7 ടു എ പാക്ഡ് BCD. 4 and 7 എന്നുള്ള വാല്യൂ നമ്മൾ പാക്ഡ് BCD വെക്കുന്നുണ്ട് തിരിച്ച്. അപ്പോൾ നമ്മൾ 4 എന്നുള്ളതിനെ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. അൺസൈൻഡ് ക്യാരക്ടർ W എന്ന് പറയുന്നത് 4 ആണ്, അൺസൈൻഡ് ക്യാരക്ടർ Z എന്ന് പറയുന്നത് 7 ആണ്. അതിനെ ഇപ്പം ഒരു പാക്ഡ് BCD ആക്കണം. പാക്ഡ് BCD ആക്കുമ്പോൾ എനിക്ക് 8 ബിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പം എനിക്ക് ഒരു പോർട്ട് മതി. അപ്പോൾ DDRBയിൽ പോർട്ട് ബിയിൽ കൂടെയാണ് ഞാൻ ആ വാല്യൂ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ DDRBനെ ഞാൻ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്തു 0xFF. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്നാൽ, ഇപ്പോൾ ഡബ്ല്യൂവിൽ ഓൾറെഡി ഒരു വാല്യൂ ഉണ്ട്. ഡബ്ല്യു ഉള്ള വാല്യൂ 4 ആണ്. അപ്പോൾ ഡബ്ല്യൂവിൽ ഉള്ള വാല്യൂ 4 എന്നുള്ള വാല്യൂവിനെ ഞാൻ 0Fൻ്റെ കൂടെ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഡബ്ല്യൂവിൽ ഇപ്പം എന്ത് കിട്ടി, 04 എന്ന് കിട്ടി. W ആൻഡ് 0x0F ചെയ്ത് കഴിയുമ്പം ഡബ്ല്യൂവിൽ ഇപ്പം ഉള്ള വാല്യൂ, അപ്പം W ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ഡബ്ല്യൂവിൽ ഇപ്പം ഉള്ള വാല്യൂ 00000100. ഇതിനെ ഞാൻ 0Fൻ്റെ കൂടെ ആൻഡ് ചെയ്യുമ്പം എനിക്ക് എന്താ കിട്ടുക, 04 കിട്ടി. അതിനെ ഞാൻ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തു എത്ര തവണ, 4 പ്രാവശ്യം. അപ്പോൾ ഇപ്പോൾ ഡബ്ല്യൂയിലുള്ള വാല്യൂ എന്തായി, 04 മാറി 40 ആയി. ഇസഡിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള വാല്യൂ എന്താണ്, 7 അല്ലേ. അപ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ആൻഡ് 0x0F. അപ്പോൾ ഇപ്പോൾ ഇസഡിലുള്ള വാല്യൂ ഇപ്പം എന്തായി, 07 ആയി. അപ്പം ഈ 40 ഡബ്ല്യൂയിലുള്ള 40യും ഇസഡിലുള്ള 07ഉം കൂടി ഓർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, നേരിട്ട് 47. അത് പോർട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്തു. പോർട്ട് ബിയിൽ എന്ത് വാല്യൂ കിട്ടി, 47. അപ്പോൾ 4, 7 എന്നുള്ള 2 ആസ്കി വാല്യൂസിനെ പാക്ഡ് BCD ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം 4 എന്നുള്ളത് ഒരു അൺസൈൻഡ് ക്യാരക്ടർ വേരിയബിളിലേക്ക് സെൻഡ് ചെയ്തു, 7 എന്നുള്ളതിനെ സെൻഡ് ചെയ്തു.
ഇപ്പോൾ ഒരു പോർട്ടിലാണ് നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്നത്, ആ പോർട്ടിനെ ഔട്ട്പുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്തു. പിന്നെ നമ്മൾ W = W and 0x 0f ചെയ്തു. അപ്പോൾ അത് 8 ബിറ്റ് 04 ആയി. അതിനെ നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തു, കാരണം 4 നമുക്ക് 04 അല്ല വേണ്ടത്, 40 ആണ് വേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഇസഡിലേക്ക് നമ്മൾ ഇസഡ് ആൻഡ് 0f ചെയ്തു, അപ്പോൾ 07 കിട്ടി. ആ 40യും 07ഉം കൂടി ഓവർ ചെയ്തപ്പോൾ 47 കിട്ടി. അത് ഞാൻ ആ പോർട്ടിലേക്ക് സെൻഡ് ചെയ്തു. ക്ലിയർ? So any doubts?